ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ സ്വയത്തെ പറ്റിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സ്വയത്തിന്റെ പൂർണ്ണ രൂപം സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ്. ഇത് നിങ്ങൾ എക്സാമിന് വേണ്ടി ഓർത്തിരിക്കേണ്ടതാണ്. ഇതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇനീഷ്യേറ്റീവ് ആണ്. MHRD അതായത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെയും NPTEL, IIT മദ്രാസ്, ഗൂഗിൾ, പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്നിവയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്. ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള 3 പ്രിൻസിപ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് ആക്സസ്, രണ്ടാമത് ഇക്വിറ്റി, മൂന്നാമത് ക്വാളിറ്റി. സ്വയം എന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 2000 കോഴ്സസും മുഴുവനായി പറയുവാണെങ്കിൽ 80,000 ലേണിംഗ് അവേഴ്സുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ, അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, എഞ്ചിനീയറിംഗ്, ലോ, മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സസും ഈ ഒരു സ്വയം എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്വയത്തിന്റെ 4 ക്വാഡ്രൻസ് നോക്കാം. 4 ക്വാഡ്രൻസ് എന്ന് പറയുമ്പോൾ അതിൽ 4 റീജിയൻസ് അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമതായിട്ട് പ്രധാനമായിട്ടും ഇതിനകത്ത് വീഡിയോ ലെക്ചേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഇതിന്റെ മെറ്റീരിയൽ, റീഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തോ പ്രിന്റ് ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകളാണ് ഇതിനകത്തുള്ളത്. ചെറിയ ടെസ്റ്റുകളും ക്വിസസും ഉൾപ്പെട്ടിരിക്കുന്നു. നാലാമതായിട്ട് നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു ഓൺലൈൻ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമും ഉണ്ട്. ഇനി ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം. സ്വയത്തിന്റെ 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ്. ഫസ്റ്റ് വൺ AICTE അതായത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഇതിനകത്ത് ഇന്റർനാഷണൽ കോഴ്സസും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇത് സെൽഫ് ബേസ്ഡ് ആണ്. നമ്മൾ തനിയെ ആയിരിക്കും ഈ കോഴ്സസ് പഠിക്കുന്നത്. ടെക്നിക്കൽ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇനി രണ്ടാമത്തെ കോർഡിനേറ്റർ NPTE അതായത് നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്. ഇതിനകത്ത് എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. UGC, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ. ഇതിനകത്ത് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ്, അതായത് ടെക്നിക്കൽ അല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നാലാമത് CEC, കൺസോർട്ടിയം ഓഫ് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ താഴെയുള്ള ഡിഗ്രി എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്താണ് ഇതുള്ളത്. ഇനി അഞ്ചാമത് NCERT, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ആറാമതായിട്ട് NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. പ്രധാനമായിട്ടും ഇത് ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ എഡ്യൂക്കേഷനെയാണ്. അതായത് ഇടയ്ക്ക് വെച്ച് വിദ്യാഭ്യാസം നിർത്തേണ്ട വന്ന ആളുകളെ അവരുടെ എഡ്യൂക്കേഷനുള്ള ഫെസിലിറ്റീസ് വീണ്ടും പ്രൊവൈഡ് ചെയ്യുകയാണ് NIOSന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഏഴാമതായിട്ട് IGNOU ആണ്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇത് ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ഇനി എട്ടാമതായിട്ട് IIMB അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇനി ഒൻപതാമത് NITTTR അതായത് 3 ടീനകത്തുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇതൊരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇതാണ് സ്വയത്തിനകത്ത് വരുന്ന 9 കോർഡിനേറ്റേഴ്സ്. അപ്പം ഈ ഒരു 9 കോർഡിനേറ്റേഴ്സുമാണ് ഡിഫറെൻറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ആണ്. ഇതിൻ്റെ ഫുൾ ഫോംസ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ചിലപ്പം സ്വയം എന്ന ഇതിൽ ഉൾപ്പെടാത്ത കോർഡിനേറ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാറ്റേൺ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു 9 കോർഡിനേറ്റേഴ്സിനെ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതിൻ്റെ ഫുൾ ഫോംസും നിങ്ങൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്വയത്തെ പറ്റിയുള്ളത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് നിങ്ങൾക്ക് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.